ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളാഞ്ചേരിയുള്ള ലൂമാർക്ക് ലൈറ്റ് ആൻഡ് ഓട്ടോമേഷൻ എന്ന ഷോപ്പിലാണ് എത്തിയിട്ടുള്ളത്. എന്തിനാന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ലൈറ്റ് ആൻഡ് ഫാൻ സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർ പുതിയതായിട്ടൊരു സെഗ്മെൻറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മാഗ്നിഫിക് ഡിസൈനർ ഫാൻ എന്നാണ് കമ്പനീൻ്റെ പേര്. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു മഞ്ചേരിയുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു നല്ല ഭംഗിയിലുള്ളൊരു ഫാന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫാൻ എവിടെ കിട്ടും എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരം കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷോപ്പ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാം. മാഗ്നിഫിക് ഡിസൈനർ ഫാൻ എന്ന് പറയുന്ന കമ്പനി തായ്വാനിലാണ് മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. നമ്മളെ മലപ്പുറത്തെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. അപ്പോൾ അത് നമ്മളെ മലപ്പുറത്തിൽ വളാഞ്ചേരിയിലാണ് ഈ ഒരു ഷോറൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഇവരെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഹായ്, ഹലോ, പേരെന്താ? ഫെമിന അല്ലേ? ഓക്കെ. അപ്പോൾ ഈ കമ്പനിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ വ്യൂവേഴ്സിന് അറിയില്ല. അപ്പോൾ ഒന്ന് കൂടുതലായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മുടെ മാഗ്നിഫിക് ഡിസൈനർ ഫാൻസ് എന്ന് പറയുന്നത് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ഇപ്പം മലപ്പുറത്ത്, ഇപ്പോൾ ഇവിടെ വളാഞ്ചേരി കുറ്റിപ്പുറ റോഡിൽ വന്നിട്ടില്ലേ. നമുക്കെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡിസൈൻസ് മാഗ്നിഫിക് ഡിസൈനർ ഫാൻസിൽ അവൈലബിൾ ആണ്. നമ്മളതെന്ന് പറഞ്ഞ ഒരു പ്രീമിയം ലെവൽ ഫാനാണ്. അപ്പോൾ ഒരുപാട് അതുപോലെ തന്നെ ഡിസൈൻസ് അവൈലബിൾ ആണ്. അതിന് പറയുകയാണെങ്കിൽ നോയ്സ്ലെസ് ആണ്. മെയിനായിട്ട് നമ്മുടെ ഒരു ഫാനിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് നോയ്സ്ലെസ് ആണ്. മറ്റുള്ള ഫാനിനെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാൻ നോയ്സ്ലെസ് ആണ്. മാത്രമല്ല എല്ലാ ഫാനുകളും റിമോട്ട് കൺട്രോളിൽ അണ്ടറിലാണ്. അതുപോലെ തന്നെ എന്ന് പറയുക ഇതിൻ്റെ മോട്ടോർ തായ്വാൻ്റെ മോട്ടോറാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓൺ സൈറ്റ് സർവീസും മോട്ടറിന് 5 ഇയർ വാറൻറ്റിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എനർജി കൺസപ്ഷൻ്റെ ലെവലിലോട്ട് വരുമ്പോൾ ഇപ്പോൾ AC മോട്ടോറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ മാഗ്നിഫിക്കിൻ്റെ ഫാനുകൾ 70 to 80% എനർജി ലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടാം അല്ലേ? ആദ്യം തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ കൂടുതലായിട്ട് എവിടെയും കണ്ടുവരാറില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഇതൊരു അമേരിക്കൻ ഡുവൽ എന്ന് പറയുന്ന ഒരു ഡിസൈനാണ്. ഇതിപ്പോൾ നമ്മളിപ്പം ഈ ഒരു ഡബിൾ ഹൈറ്റ് വരുന്ന റൂം ഹാളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് നമുക്ക് ഈ ഒരു ഭയങ്കര ഒരു നല്ല ലുക്കാണ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ. ഇപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഒരു ഡബിൾ ഹൈറ്റുള്ള ഒരു ഹാളിക്ക് നോർമൽ ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെങ്ത്ത് അതൊരു പോസിബിളും അല്ല, മാത്രമല്ല ഒരു ഭംഗിയും ഒരു കുറവായിരിക്കും. ആ സമയത്താണ് നമ്മുടെ ഈ അമേരിക്കൻ ഡുവൽ അത്രയും ഒരു അടിപൊളിയായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഡബിൾ ഹൈറ്റ് ഇതിൽ കൊടുക്കാൻ പറ്റും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ അതുപോലെ തന്നെ ഇതാ നമുക്ക് ഇത് കാണാൻ പറ്റും. ഇത് മൊണാലിസ എന്ന് പറയുന്ന ഒരു ഡിസൈനാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആർക്കായാലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ലൈറ്റാണ്, പക്ഷേ ഇതൊരു ഫാനാണ്. നമ്മൾ ഇത് നമുക്ക് ട്യൂണബിൾ ആണ്. അതായത് വാം അതുപോലെ തന്നെ വൈറ്റ്, ന്യൂട്രൽ, ഇത് ഈ 3 കളേഴ്സിലോട്ട് നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി സത്യം പറഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ ഡിസൈൻ ചെയ്യണ ഏരിയകളിൽ കൊടുക്കുന്ന ഫാനാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 ഫാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടതിനൊരു നമ്മൾ ചില ആളുകളുണ്ട് നല്ല മോഡേൺ ആവണ്ട എങ്കിലും സാധാരണ നോർമൽ ലെവൽ കുറച്ചൊരു ഡിസൈനബിൾ ആയിട്ടുള്ളൊരു ഫാൻ ചൂസ് ചെയ്യുന്ന ചിലരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള മോഡലാണ് ഇത് രണ്ടും. നോർമൽ പ്ലെയിൻ ലീഫ് അല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള 2 മോഡലാണ്. നല്ല രീതിയിലുള്ള എയർ ഫ്ലോ നമുക്ക് ഇതിന് ഈ 2 മോഡലിനും കിട്ടുന്നുണ്ട്. ചിലർക്ക് കൺവെൻഷണൽ രീതിയിൽ കുറച്ചും കൂടി ഡിസൈൻ ആയിട്ടുള്ള രീതിയിൽ ചിലർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ആർക്കിടെക്ചേഴ്സിനായിട്ടും നല്ല രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഈഫൽ ടവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗ്നിഫിക്കിൻ്റെ തന്നെ ഒരു ഡിസൈനാണ്. ഇതിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഇത് റിമോട്ട് വെച്ചിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഹെഡിൽ ഇതിനൊരു സ്ക്രീൻ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ടച്ചബിൾ ആണ്. ഇത് ടച്ച് ചെയ്തിട്ടും നമുക്കിത് ഇതിൻ്റെ സ്പീഡായാലും ഇതിൻ്റെ റൊട്ടേഷൻ ഇപ്പോൾ നമുക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു ഹോളിലോട്ടോ അല്ലെങ്കിൽ ഒരു ലിവിങ് ഏരിയ ഏത് ഓഫീസ് സ്പേസിലായാലും നമുക്കിപ്പോൾ ഇത് ക്യാരി ചെയ്യാം. എങ്ങോട്ടായാലും പ്ലഗ് ഇടാണ്ട് എവിടേക്കും വേണമെങ്കിലും ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതേ ഒരു മോഡൽ വേറെ ഡിസൈനിൽ വരുന്ന തന്നെയാണ് ഇതും ഏകദേശം ഇതേ പർപ്പസിനെ നമുക്ക് റിമോട്ട് വെച്ചിട്ടും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. റൊട്ടേറ്റ് ചെയ്യും. ഈ ഒരു ഫാനിന്റെ പർപ്പസ് എന്തായിരുന്നു മെയിനായിട്ട്?
ഈ ഫാൻ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിലുള്ള വലുപ്പമുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫാനിൻ്റെ ലീഫിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 78 ഇഞ്ചാണ്. അപ്പോൾ ഇതൊരു ബൊലീറോ എന്ന് പറയുന്ന മാഗ്നിഫിക്കിൻ്റെ ഒരു ഡിസൈനാണ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ വലിയ വലിയ ഹാളുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓഡിറ്റോറിയം, അങ്ങനെ ഓഡിറ്റോറിയങ്ങളൊക്കെ അത് ഫുൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫാന് മതി. അത്യാവശ്യം നല്ല രീതിയിലുള്ള എയർ ഫ്ലോ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വേറെ ഒരു കുറച്ചും കൂടി ലെങ്ത്ത് ഉള്ള 108 ഇഞ്ച് വരെ ഇതിൻ്റെ ലീഫിൻ്റെ ലെങ്ത്ത് ഉള്ള ഡിസൈനും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു ഗെയിമിംഗ് റൂമിലേക്കൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫാൻ അങ്ങനെ അങ്ങനെയുള്ള ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഫാനാണ് നമ്മുടെ ഈ ഒരു ഫാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് കാർബണിൻ്റെ ഒരു ഡബിൾ ലെയർ കോട്ടിംഗ് ഉള്ള ഒരു ഡിസൈനാണ്. സെൻസേഷൻ എന്ന് പറയുന്ന മാഗ്നിഫിക്കിൻ്റെ ഒരു ഡിസൈനാണ് ഇത് വരുന്നത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ആർക്കിടെക്ചേഴ്സും ഇതുപോലെ തന്നെയുള്ള ഒരു ഗെയിമിംഗ് റൂമൊക്കെ ഡിസൈൻ ചെയ്യുമ്പം അവിടേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാനായിട്ട് ഈ ഒരു ഫാനാണ് മാക്സിമം അവരെല്ലാവരും ചൂസ് ചെയ്യാറുള്ളത്. ഇത് നമുക്ക് ലിവിംഗ് റൂമിലൊക്കെ കൊടുക്കാൻ പറ്റുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റാണോ? ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു ലൈറ്റ് ആണെന്ന് പറയും, പക്ഷെ ആക്ച്വലി ഇതൊരു ലൈറ്റ് അല്ല. ലൈറ്റ് ആണ്, ബട്ട് ലൈറ്റ് പ്ലസ് ഒരു ഫാനാണ്. ലൈറ്റായിട്ടും നമുക്കൊരു ഇപ്പോൾ ഒരു റൂമിലോട്ടൊക്കെ ഇപ്പോൾ ഒരു ഇതേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈറ്റ് പർപ്പസിനും ഫാനായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രേസ് എന്ന് പറയുന്ന ഒരു മാഗ്നിഫിക്കിൻ്റെ മോഡലാണ്. അപ്പോൾ നമുക്കിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ K9 എന്ന് പറഞ്ഞ ക്രിസ്റ്റലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റിൽ ഈ ഒരു ഫാന് കാണിച്ചപ്പോൾ ഒരുപാട് എൻക്വയറി വന്ന ഒരു ഫാനാണ്. ഇത് ഓടുന്ന കിട്ടുക, അതിൻ്റെ പേരെന്താണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ, ഇതിൻ്റെ പേരെന്താ പറയുന്നത്? ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കിൽ വോളി എന്ന് പറയുന്ന ഒരു ഡിസൈനാണ്. വോളി എന്ന് പറയുന്നത് ഇത് നമുക്ക് 90 ഡിഗ്രി നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറൻസ് കളേഴ്സ് നമ്മുടെ മാഗ്നിഫിക്കിൽ അവൈലബിൾ ആണ്. നല്ല എക്സലൻറ്റ് ലെവലുള്ള എയർ ഫ്ലോ ആണ് ഈ ഒരു വോളി ഡിസൈനിൽ നമുക്കുള്ളത്. ഇതേപോലെ തന്നെ വേറൊരു പ്രൊഡക്റ്റും കൂടി വേറെ ഒരു ഡിസൈൻ ഉണ്ട്. വോളി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വെൻഡി എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വോളിലും ഇതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഈ വെൻഡിയുടെ തന്നെ ഒരു മോഡലാണ്, നമുക്ക് സീലിങ്ങിലും ഫിറ്റ് ചെയ്യാം. രണ്ട് രീതിയിലും നമുക്ക് ഈ വെൻഡി എന്ന് പറഞ്ഞ മോഡൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. 360 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്സലൻറ്റ് ലെവലുള്ള ഒരു എയർ ഫ്ലോ ഈ ഒരു മോഡലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി എന്തൊക്കെ വെറൈറ്റീസ് ഓഫ് ഫാൻസ് ആണ് ഉള്ളത്? ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ കാണാൻ പറ്റും. ഇത് മാഗ്നിഫിക്കിൻ്റെ തന്നെ ഇന്നോവേഷൻ എന്ന് പറയുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റിലൊക്കെ ഉള്ള ഒരു ഫാൻ എന്ന് പറയുന്നത് ലീഫുള്ള ഫാനുകളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ടറിയാം, ഇതിൽ ലീഫില്ല. അപ്പോൾ ഇത് ഒരു എയർ സർക്കുലേഷൻ, എയർ ഡെലിവറി എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു ലിവിങ് ഏരിയയിലൊക്കെയാണ് ഇത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നടുവിൽ നമ്മൾ ഈ ഒരു ഫാൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സോഫയിൽ ഇരിക്കുന്ന ആളുകൾക്ക് സൈഡിലോട്ടായിരിക്കും ഇതിൻ്റെ എയർ ഡെലിവറി ഉണ്ടാവുക. അപ്പോൾ എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ആ സോഫയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ആ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ നടുവിൽ നമുക്ക് ലൈറ്റും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അതുപോലെ തന്നെ നമ്മുടെ മാഗ്നിഫിക്കിലെ തന്നെ ഒരു മോഡലാണ് ഇത്. ഡാഫോഡിൽ എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിലുള്ള സ്പ്രെഡുള്ള ലൈറ്റാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു ഹാളിലോ റൂമിലോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ളതിൽ ഇപ്പോൾ ലൈറ്റിംഗ് പോയിൻറ്റ്സ് കുറവാണെങ്കിൽ, ആർക്കിടെക്ചേഴ്സ് ഇവർ ചെയ്യുമ്പോൾ ലൈറ്റിംഗ് പോയിൻറ്റ്സ് കുറവാണെങ്കിൽ നമുക്ക് ഫാനും അതുപോലെ തന്നെ ലൈറ്റും കമ്പൈൻ ചെയ്തിട്ട് ഈ ഒരു മോഡൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല രീതിയിലുള്ള ഒരു എയർ ഫ്ലോയും ഈ ഒരു ഫാനിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് വുഡാണോ, അത് മെറ്റീരിയൽ വുഡ്? ഇതിന്റെ ഈ ലീഫ് വുഡായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ അധികവും കണ്ടിട്ടുള്ള ഫാൻ 3 and more ആ ഒരു ലീഫ് വരുന്ന ഫാനുകളെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു വെറൈറ്റി മോഡലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുകയാണെങ്കിൽ വുഡിൽ തന്നെ വരുന്നത്. നല്ല രീതിയിൽ എയർ ഫ്ലോയും ഈ ഒരു ഡിസൈന് നമുക്ക് കിട്ടും. 2 ലീഫ് വരുന്ന സമയത്ത് ആ പ്രോപ്പർ ആയിട്ടുള്ള എയർ ഫ്ലോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഇതിൻ്റെ അതേപോലെ തന്നെയുള്ള ഒരു മോഡലാണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈറ്റിംഗ് പോയിന്റ് കുറവുള്ള രീതിയിൽ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ്. ഈ ഫാന് വാങ്ങുന്ന ആൾക്കാർക്ക് കാറ്റില്ല എന്നുള്ളൊരു പരാതി ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഇത് ആക്ച്വലി ഒരു 4 ഫാനായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. കാരണം ഇത് 3 എണ്ണവും അതുപോലെ തന്നെ ഇത് 3ഉം കറങ്ങും ചെയ്യും. അതുപോലെ ഇത് ഒരുമിച്ച് എല്ലാം കൂടി ഒരുമിച്ച് കറങ്ങുകയും ചെയ്യും. അതെ, ഒരു ലൈറ്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള എയർ ഫ്ലോ, കാറ്റില്ല എന്നുള്ള പരാതി ഒരിക്കലും നമ്മുടെ കസ്റ്റമർക്ക് ഉണ്ടായില്ലായിരിക്കും. അപ്പോൾ നമ്മൾ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് കണ്ടിട്ടുണ്ട്.
ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇതിൻ്റെ ഡെലിവറി ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെയാണ്? അതായത് ഒരു കസ്റ്റമർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഫാൻ അതേപോലെ കൊണ്ടുപോകാൻ പറ്റുമോ? എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വളാഞ്ചേരി ഇത് പറയുക കേരളത്തിലെ 4ാമത്തെ ഷോറൂമാണ് നമ്മുടെ മലപ്പുറം വളാഞ്ചേരി എക്സ്ക്ലൂസീവായിട്ട് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടെ ഈ ഷോറൂമിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് സെൻറ്ററും കൂടി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഇവിടെ വന്നിട്ട് ഓരോ ഫാൻ ഓരോ ഡിസൈനും ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഇവർ ഓക്കെ ആണെങ്കിൽ അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 3 days നമ്മൾ അവർക്ക് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഓൺ സൈറ്റ് സർവീസും നമ്മൾ മലപ്പുറത്ത് അവൈലബിൾ ആണ്, ഫിറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അഡീഷണലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാവരും ഫാൻ അതൊരു ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വെക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മാഗ്നിഫിക് എന്ന് പറഞ്ഞത് എന്തായാലും ഒരു പ്രീമിയം ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ ഈ ജിപ്സം ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മുൻപ് തന്നെ ഇവർ ഇതിൻ്റെ ഒരു ക്ലാഡ് ഓൾറെഡി ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത തന്നെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു ഫാൻ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതായത് ഫൈനൽ സ്റ്റേജിലേക്ക് വെക്കാതെ അതിൻ്റെ മുന്നേ നിങ്ങൾ പ്ലാൻ ചെയ്യുക. സ്ട്രക്ചറൊക്കെ നടക്കുന്ന മുന്നേ നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളെ വളാഞ്ചേരി മലപ്പുറക്കാർക്കൊക്കെ ഏറ്റവും എളുപ്പമാണ്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേരാനും, ഇപ്പോൾ പാലക്കാടായാലും മറ്റുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേരാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഇവരെ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.